2027 കീം എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സബ്ജക്റ്റ് മാത്സ് ആണ്. വൈ മാത്സ്? എന്തുകൊണ്ടാണ് മാത്സിന് കീമിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നിങ്ങളുടെ കീമിന് 150 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക. ആ 150 ക്വസ്റ്റ്യൻസിൽ 75 ക്വസ്റ്റ്യൻസും, അതായത് നിങ്ങൾ ടോട്ടൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന 150 ചോദ്യങ്ങളിൽ അതിൻ്റെ പകുതിയും മാത്സിൽ നിന്നാണ്. ബേസിക്കലി ഒരു കുട്ടിയുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവൻ മാത്സിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് തന്നെയാണ്. അപ്പം മാത്സ് ചില്ലറക്കാരനല്ല ഏത് കേസിൽ, കീമിൻ്റെ കേസിൽ. അപ്പം ഏറ്റവും നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും ആൻഡ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതും മാത്സ് ആണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ കീമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കീമിന് പ്രിപ്പയർ ചെയ്യാനെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എങ്ങനെയായിരിക്കും മാത്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടി വരിക? ബോർഡ് എക്സാമിൻ്റെ കൂടെ മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാകില്ലേ? ബോർഡ് എക്സാമിൻ്റെ മാർക്കും കൂടി നമുക്ക് കീമിൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നോക്കാറില്ലേ? അപ്പോൾ ബോർഡിന് വേണ്ടി കീമിന് മാത്സ് പഠിക്കണം, ബോർഡിന് വേണ്ടി മാത്സ് പഠിക്കണം, കീമിന് വേണ്ടി മാത്സ് പഠിക്കണം. ഹൗ ഇസ് ദിസ് പോസിബിൾ? എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ മാനേജ് ചെയ്യുക? അത് വലിയൊരു ചോദ്യമാണ്. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ബേസിക്കലി കീമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ +1ഉം +2 നല്ലതുപോലെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ +1 മാത്രമല്ലാത്ത എൻട്രൻസുകൾ ഉണ്ടോ? യെസ്. CUET പോലത്തെ എക്സാമുകൾക്കൊന്നും നിങ്ങൾക്ക് +1ൻ്റെ ആവശ്യമില്ല, +1 സിലബസിൻ്റെ ആവശ്യമില്ല, +2 സിലബസ് മാത്രം മതി. പക്ഷേ കീമിനെ സംബന്ധിച്ചിടത്തോളം +1 സിലബസും +2 സിലബസും ഒരുമിച്ച് വെച്ചിട്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യൂ. ഏതിൽ? നിങ്ങളുടെ റാങ്ക് നോക്കുന്ന സമയത്ത് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ +2ലെ മാത്സിൻ്റെ അതേപോലെ ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്ക് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. +1ൻ്റെ മാർക്ക് ആഡ് ചെയ്യാറില്ല. പക്ഷേ എക്സാമിന് +1 +2 സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ +1ഉം +2ഉം രണ്ടും കൂടി എങ്ങനെ ഒരുമിച്ച് മാനേജ് ചെയ്യുക? ഇപ്പം നിങ്ങൾ +2 അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക? നമുക്ക് +1ൽ 14ഉം +2ൽ 13ഉം ആയിട്ട് 27 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജൂലൈ മാസം അവസാനിച്ച് ഓഗസ്റ്റ് മുതൽ തുടങ്ങുകയാണെന്ന് വിചാരിച്ചോ. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ 5 മാസങ്ങൾ, പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം കൂടി 8 മാസം കിട്ടി. ഏപ്രിൽ മാസത്തിലാണ് കീം എക്സാം ഉണ്ടാകാറുള്ളത്. ഈ 8 മാസം കൊണ്ട് 27 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കൽ പോസിബിൾ ആണോ? ഏകദേശം നിങ്ങൾ 3 മുതൽ 4 വരെ ചാപ്റ്റർ ഒരു മാസം പഠിച്ചെടുക്കേണ്ടി വരും. അതായത് ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച മാക്സിമം സമയം അത്രേ ഉണ്ടാവും. നിങ്ങൾ കീമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം. +2ൻ്റെ കേസ് ഇപ്പം ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പോൾ +2 സ്റ്റാർട്ട് ചെയ്യേണ്ട. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു മാസം, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കണക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു മാസം 3-4 സബ്ജക്റ്റുകൾ പഠിക്കണം. 3-4 ചാപ്റ്റേഴ്സ് മാത്സിൽ തന്നെ പഠിക്കണം. അത് നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഏത് സബ്ജക്റ്റ് പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കണം എന്നുള്ളതൊക്കെ. അപ്പം മാത്സ് പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ലെങ്ത് ആയുള്ള ചാപ്റ്റർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു മാസം 3 നോക്കിയാൽ മതിയോ. ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് 4-5 ഒക്കെ ചിലപ്പോൾ നോക്കാം. അങ്ങനെ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈസി ഹാർഡ് ലെവലൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് റെഡിയാക്കാം. ആൻഡ് ദ തിങ് ഈസ്, +1 ചാപ്റ്റേഴ്സ് ആദ്യം തുടങ്ങുക. അതായത് ഇനി വരാൻ പോകുന്ന ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ +1ലെ ഒരു 14 ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം. 3 അല്ലെങ്കിൽ 4 മാസം എടുത്ത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോഴേക്ക് അപ് ടു നവംബർ വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. നിങ്ങൾ +1ലെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം. ഓഗസ്റ്റ് മുതൽ നവംബർ വരെ നിങ്ങൾ +1ലെ 14 ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം. അതെങ്ങനെയൊക്കെ കവർ ചെയ്യണം? നിങ്ങൾ NCERT പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക. പ്രോപ്പറായിട്ട് NCERT റീഡ് ചെയ്ത് NCERT പ്രോബ്ലംസ് ചെയ്യുക. NCERT കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇതിവിടെ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. മാത്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ, +1ലെ മാത്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒക്ടോബറിലാണ് എക്സാം വരിക. അപ്പോൾ അയാൾക്ക് ആ സമയം ആകുമ്പോഴേക്ക് ഏകദേശം ഇങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനും ആവും ആൻഡ് കീമിന് വേണ്ടിയിട്ടും കൂടി പഠിക്കാം. ആൻഡ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ NCERT പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റിവിഷൻ ചെയ്യാന്നുള്ളതാണ്. റിവിഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ പഠിക്കുക ആദ്യം പ്രോപ്പറായിട്ട് NCERT ചെയ്തിട്ട്. പിന്നെ +2ൻ്റെ ചാപ്റ്റേഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുക. +2ൻ്റെ ചാപ്റ്റേഴ്സ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഫെബ്രുവരി ആകുമ്പോഴേക്ക് തീർക്കണം. അതായത് നവംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ ജാനുവരി മാസത്തിൽ നിങ്ങൾ +2 തീർക്കണം. അതെന്തുകൊണ്ടാണെന്നറിയാം പറയാൻ കാരണം, +2 നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മോഡൽ എക്സാമിനും ലാബിനും ക്രിസ്മസ് എക്സാമിനൊക്കെ വേണ്ടി നിങ്ങൾ എന്തായാലും ഒന്നുകൂടി പഠിക്കും. അപ്പോൾ NCERT നിങ്ങൾക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യാം. ഒരു ഫെബ്രുവരി പകുതി ആകുമ്പോഴേക്ക് നിങ്ങൾ ആക്ച്വലി എന്ത് തീർക്കണം? ഇത് തീർക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പിന്നെ കംപ്ലീറ്റ്ലി റിവിഷനാണ്. ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യുന്ന ആ റിവിഷൻ തന്നെ മതി.
എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങൾ എങ്ങനെ കീം PYQ ചെയ്യുന്നു എന്നുള്ളതിലായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് കീം PYQ ചെയ്യേണ്ടത് എന്നറിയോ? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ +1 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് +1 ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കീമിന് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് PDF ആയിട്ട് കിട്ടും. അത് സോൾവ് ചെയ്ത് പഠിക്കുക. പക്ഷെ ചില ചാപ്റ്ററുകൾ ഇപ്പോൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ +1 +2 റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ചിലപ്പോൾ മെർജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായേക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്പം തന്നെ സോൾവ് ചെയ്യുക. അല്ലാത്തത് റൗണ്ട് ഇട്ട് വെച്ചിട്ട് +2 കൂടി പഠിച്ചിട്ട് സോൾവ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കീമിൻ്റെ PYQs ഇതുവരെ അവൈലബിൾ ആയത് എത്ര എണ്ണമുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് ചോദ്യം ഉണ്ടാവും. ഒരു ചാപ്റ്റർ എനിക്കൊന്ന് ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. അപ്പോൾ ഓരോ ഫേസുകളായിട്ടാണ് ഉണ്ടാവാറുള്ളത്. സോ ഓരോ സെക്ഷൻ ആയിട്ടാണ് എക്സാം നടത്താറുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും, ചോദ്യങ്ങൾക്ക് കുറവുണ്ടാവില്ല. അപ്പം നിങ്ങൾ മാത്സിൽ എങ്ങനെ ബെറ്റർ ആകും എന്ന് തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത് എന്തിനാ ചെയ്യുന്നത്? നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ആക്യുറസി, എക്സാം എഴുതിയിട്ട് ഒരു ശീലം വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ NCERT + PYQ. NCERT എന്തായാലും കണ്ടന്റ് അറിയാമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും ബെറ്റർ. NCERT + കീം PYQ ഇതാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ മാത്സിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. അപ്പം ഇത് മറക്കണ്ട. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ചാപ്റ്ററിൽ NCERT സോൾവ് ചെയ്യുക ആൻഡ് കീം PYQ ചെയ്യുക. ഡൗട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതെന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അത് ടാക്കിൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യേണ്ട കാര്യം ഇപ്പോഴേ തുടങ്ങണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കാണാം.